ഹായ്, ഞാൻ രാജി. ഇപ്പോൾ ഇന്ന് വെയിലും മഴയും ഒക്കെ കൂടിക്കലർന്ന ഒരു ദിവസമാണ്. ഇപ്പോൾ രാവിലെ തന്നെ നല്ല മഴയാണ്. മഴ കഴിഞ്ഞ ഉടൻ തന്നെ അടുത്ത വെയിലും എത്തുന്നുണ്ട്. ഗാർഡനിങ്ങും പൂക്കളെയും ചെടികളെയും ഒക്കെ ഇഷ്ടമുള്ളവർ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. അതുപോലെ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ ഫുള്ളായിട്ട് കാണാൻ കൂടി ശ്രമിക്കുക. ഇപ്പോഴത്തെ എൻ്റെ എല്ലാ വീഡിയോയിലും ഉൾപ്പെടുത്തുന്ന ഒരു പ്ലാന്റ് തന്നെയാണ് ഈ ഒരു ടൊറേനിയ. അപ്പോൾ ഈ ഒരു സമയത്ത് നിറച്ച് പൂക്കളൊക്കെ ഉള്ള സമയമായതുകൊണ്ട് തന്നെ നല്ല ഭംഗിയാണ് ഈ ഒരു പ്ലാന്റ് കാണാൻ. ഇപ്പോൾ 2 കളറ് മിക്സ് ചെയ്താണ് ടൊറേനിയ ഇവിടെ നട്ടിട്ടുണ്ട്. എന്നും നിറച്ച് പൂക്കളും ഉണ്ടാകാറുണ്ട്. ഇതുപോലെ പൊട്ടിയ കപ്പുകളൊക്കെ എല്ലാവരുടെ വീട്ടിലും കാണുന്നതാണ്. അപ്പോൾ ഇതിൽ നമുക്ക് ഇൻഡോറിൽ വയ്ക്കാനായിട്ട് ഒരു പ്ലാന്റ് സെറ്റ് ചെയ്യാം. ഞാനിവിടെ ഒരു സൈക്കുലൻ വിഭാഗത്തിൽപ്പെട്ട പ്ലാന്റാണ് എടുത്തിട്ടുള്ളത്, റിപ്സാലിസ്. അപ്പോൾ ഈ ഒരു പ്ലാന്റ് ജിഫിയിലാണുള്ളത്. അപ്പോൾ ആ ഒരു ജിഫിയോട് കൂടി തന്നെ ഞാൻ ആ ഒരു കപ്പിൽ ഇറക്കി വെച്ചിട്ടുണ്ട്. അതിൽ ഭംഗിക്കായിട്ട് കുറച്ച് ബബിൾസൊക്കെ ഉണ്ടെങ്കിൽ അതുകൂടിയൊക്കെ നിങ്ങൾക്കിട്ട് ഒന്ന് ഡെക്കറേറ്റ് ചെയ്തെടുക്കാവുന്നതാണ്. ഇനി ഞാനിത് വെക്കുന്നത് വീട്ടിനകത്ത് തന്നെയാണ് വെക്കുന്നത്. ഡൈനിങ് ടേബിളിൻ്റെ പുറത്താണ് വെക്കുന്നത്. ഇപ്പോൾ നിങ്ങൾക്ക് കിച്ചണിലോ അതുപോലെ ബെഡ്റൂമിലോ എവിടെ വേണോ ഇതുപോലുള്ള ഇൻഡോർ പ്ലാന്റ്സുകൾ സെറ്റ് ചെയ്യാവുന്നതാണ്. ഇതുപോലുള്ള ചെറിയ പോട്ടുകളിലൊക്കെ വെച്ച് വെക്കുമ്പോൾ പ്ലാന്റ് കാണാനും ഒരു പ്രത്യേക ഭംഗി തന്നെയാണ്. ഇതിപ്പോൾ ഡൈനിങ് ടേബിളിൻ്റെ മുകളിലാണ് ഈ ഒരു പ്ലാന്റ് സെറ്റ് ചെയ്തേക്കുന്നത്. ഇത് ഞാൻ മുന്നേ ഹാളിൽ സെറ്റ് ചെയ്തിട്ടുണ്ടായിരുന്ന പ്ലാന്റാണ്. അന്ന് നമ്മൾ വീഡിയോ ആയിട്ട് തന്നെ അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ പ്ലാന്റ് നല്ല ഭംഗിയായിട്ട് വളർന്നു വരുന്നുണ്ട്. ഇനി നമുക്ക് കുറച്ച് ബോൾസത്തിൻ്റെ കട്ടിങ്സ് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഈ കട്ടിങ്സുകളൊക്കെ നമുക്ക് പോട്ട് ചെയ്യണം. അപ്പോൾ പോട്ട് മിക്സ് ഞാൻ എടുത്ത് വെച്ചിട്ടുണ്ട്. ആദ്യമായിട്ട് നമ്മൾ കട്ടിങ് നടുന്ന സമയത്ത് അതിനകത്ത് ഫെർട്ടിലൈസറുകളൊന്നും ആഡ് ചെയ്യേണ്ട ആവശ്യമില്ല. അതിൻ്റെ ലീഫുകളൊക്കെ പകുതിയും എടുത്ത് കളഞ്ഞിട്ട് വേണം പോട്ട് ചെയ്യാനായിട്ട്. 2-3 ലീഫ് വെച്ചതിന് ശേഷം അത് നട്ട് വയ്ക്കും. ഇതൊക്കെ ഞാൻ മുന്നേ ചെയ്ത് വെച്ചിട്ടുള്ളതാണ്. ഏകദേശം 2-3 ആഴ്ചയായിട്ടുണ്ട് ഇതൊക്കെ പോട്ട് ചെയ്ത് വെച്ചിട്ട്. ഇതൊക്കെ ഇനിയിപ്പോൾ ഫ്ലവർ വരാറായിട്ടുണ്ട്. നമ്മൾ ഒരാഴ്ച മുന്നേ ഒരുപാട് സീഡ്സുകൾ പാകിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതെല്ലാം മുളച്ച് വന്നിട്ടുണ്ട്. ഇതൊക്കെ നമുക്ക് മാറ്റി നടാറായിട്ടുള്ള തൈകളാണ്. ഇതുപോലെ ഇതിന് നമ്മൾ പോട്ടി മിക്സ് നിറച്ചിട്ട് അതിലേക്കാണ് നടുന്നത്. ഇതുപോലുള്ള ചെറിയ കമ്പുകൾ കൊണ്ട് ഇതിൻ്റെ വേരുകളൊന്നും ഇളകിപ്പോകാത്ത രീതിയിൽ ഇളക്കിയെടുത്ത ശേഷം നമുക്ക് നടാം. ഇതിപ്പോൾ എന്തായാലും 2-3 ലീഫ് ആയതിന് മാത്രമാണ് ഞാൻ ഇളക്കി നടുന്നത്. അതല്ലാത്തതിനെ ഒരാഴ്ച കൂടി കഴിയുമ്പോൾ ഒരു 3 ലീഫൊക്കെ ആവുന്ന സമയത്ത് നമുക്ക് ഇളക്കി നടാവുന്നതാണ്. ഇത് കണ്ടില്ല, ഞാൻ വാങ്ങിയ മിക്ക വിത്തുകളും മുളച്ച് വന്നിട്ടുണ്ട്. കോസ്മോസ്, മാരിഗോൾഡ്, അങ്ങനെ ഒരുപാട് സീഡ്സുകൾ ഞാൻ വാങ്ങിയിട്ടുണ്ടായിരുന്നു. അതെല്ലാം മുളച്ച് കിട്ടിയിട്ടുണ്ട്. ഇതിനെയൊക്കെ നമ്മൾ ഇതുപോലെ മാറ്റി നടുകയാണ്. കുറച്ചുകൂടി ഒന്ന് വലിപ്പം വെച്ചതിന് ശേഷം നമുക്ക് കുറച്ചുകൂടി വലിയൊരു പോട്ടിൽ വളങ്ങളൊക്കെ ചേർത്ത് നടാവുന്നതുമാണ്. ഇത് സ്റ്റാർ സീനിയയുടെ സ്റ്റെമ്മ് നട്ടു പിടിപ്പിച്ച തൈകളാണ്. മഴക്കാലത്ത് വളരെ പെട്ടെന്ന് പിടിച്ചു കിട്ടുകയും ചെയ്യും. ഫോക്സ്ടെയിൽ ഓർക്കിഡിൻ്റെ പൂക്കളൊക്കെ കരിഞ്ഞു തുടങ്ങിയിട്ടുണ്ട്. ഇനിയിപ്പോൾ നമുക്കിതുപോലെ പൂക്കളൊക്കെ കാണണമെങ്കിൽ എന്തായാലും അടുത്ത 1 വർഷം കൂടി കാത്തിരിക്കേണ്ടി വരും. അപ്പോൾ ഇതിനി ഇതെല്ലാം കട്ട് ചെയ്ത് കളയേണ്ടതുണ്ട്. അടുത്ത് എനിക്കൊരു കൊറിയർ ഉണ്ടായിരുന്നു. അപ്പോൾ ആന്തൂറിയത്തിൻ്റെ ഒരു പ്ലാന്റും അതുപോലെ ഡോങ്കി ടൈലും ആണ് ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ അതൊക്കെ പോട്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു ഫോളിയേജ് ആന്തൂറിയം ഇപ്പോൾ 2 പ്ലാന്റിൻ്റെ കയ്യിൽ മുന്നേ ഉണ്ടായിരുന്നതാണ്. അപ്പോൾ ഇതും കൂടി ചേർത്ത് 3 പ്ലാന്റ് ഇതുപോലെ ഒരേ സൈഡിൽ ഇങ്ങനെ നിരത്തി വെച്ചിട്ടുണ്ട്. എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ളൊരു പ്ലാന്റാണ് ഇതുപോലുള്ള ഫോളിയേജ് ആന്തൂറിയംസ്. അതുപോലെ തന്നെ ഡോങ്കി ടൈലും ഇവിടെ പോട്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഡോങ്കി ടൈലിന് നമ്മൾ പോട്ടി മിക്സ് എടുക്കുന്ന സമയത്ത് കൂടുതലായിട്ടും ചകിരിച്ചോറ് ആഡ് ചെയ്യാൻ ശ്രദ്ധിക്കണം. കൂടുതൽ ചകിരിച്ചോറും കുറച്ച് മണ്ണും കുറച്ച് ചാണകപ്പൊടിയും അടങ്ങിയ പോട്ടി മിക്സിലാണ് ഈ ഒരു ഡോങ്കി ടൈൽ സൈക്കുലൻ്റ് സെറ്റ് ചെയ്യേണ്ടത്. അതുപോലെ നമ്മുടെ കാശിത്തുമ്പയും പൂക്കളൊക്കെ ആയി തുടങ്ങിയിട്ടുണ്ട്. ഇത് നമ്മുടെ നാടനെ അപേക്ഷിച്ച് നല്ല രീതിയിൽ ബ്രാഞ്ചസൊക്കെ വീശി വരുന്ന ഒരു വെറൈറ്റിയാണ് കേട്ടോ. ഒരുപാട് ബ്രാഞ്ചസൊക്കെ ഉണ്ടാവാറുണ്ട്. ഇപ്പോൾ 2 കളറ് മാത്രമേ നമുക്കിപ്പോൾ ഫ്ലവർ ആയിട്ടുള്ളൂ. മിക്സഡ് സീഡ് വാങ്ങി പാകി മുളപ്പിച്ചതാണ്. ഇപ്പോൾ 2 എണ്ണത്തിൽ ഇതൊരു ഡാർക്ക് കളറാണ്, മറ്റേ ലൈറ്റ് കളറ്. ഇത് നമ്മുടെ ലെന്താന പ്ലാന്റ് ആണ്. ഇതിൻ്റെയും 2-3 കളറുണ്ട്. ഇപ്പോൾ നമുക്ക് പൂക്കളായിട്ടുള്ളത് ഈ ഒരു കളറാണ്. അപ്പോൾ ഇന്നത്തെ ഈ ഒരു ചെറിയ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായി കാണുമെന്ന് പ്രതീക്ഷിക്കുന്നു. ഇഷ്ടമായെങ്കിൽ മാക്സിമം ഷെയർ ചെയ്യാൻ സപ്പോർട്ട് ചെയ്യുക. പുതിയൊരു വീഡിയോയിലൂടെ വീണ്ടും കാണുന്നവരേക്കും ബൈ ബൈ.